ഹായ് ഹലോ, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കണ്ണൂരിലുള്ള ഒരു ബീച്ച് റിസോർട്ടിലേക്കാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് ആൻഡ് സ്പാ. ഈ സ്റ്റേറ്റ് ബീച്ച് റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. ഇവിടെ റിസോർട്ടിൽ താമസിക്കാൻ വരുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഇവിടെ താഴെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഈ വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ആളുകളാണ് ഇവിടെ കൂടുതലുണ്ടാവുക. റിസോർട്ടിൽ താമസിക്കാൻ ഫോറിനേഴ്സാണ് കൂടുതലായിട്ട് വരുള്ളൂ. നമ്മുടെ നാട്ടിലുള്ളവരൊന്നും ഈ റിസോർട്ടിൽ അധികം താമസിക്കാൻ പോയില്ല. കൂടുതലും പുറത്തുള്ള ആൾക്കാരാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ ഏറ്റവും കൂടുതൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ നാട്ടിലെ ആൾക്കാർ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് മെയിനായിട്ട് ഇവിടെ പുറത്ത് ഫുഡ് കഴിക്കാനൊക്കെ നല്ല അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകൾ വരുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. വ്യൂവിനെ പറ്റി ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം നിങ്ങളെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഈ റിസോർട്ടിൻ്റെ പുറത്തേക്ക് വരുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമൊക്കെ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഉള്ളിലൊക്കെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി ആർക്കിടെക്റ്റിങ്ങും നല്ല അറേഞ്ച്മെൻറ്റ്സും ഭയങ്കര സ്റ്റാൻഡേർഡാണ്. ഇവിടെ മൊത്തത്തിലൊരു വുഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്ത് ചെയ്തു വെച്ചതും എല്ലാം ഒരു വുഡൻ ടച്ചിലാണ് മൊത്തം ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തായിട്ട് ഒരു സ്റ്റെയർ കേസ് കാണുന്നുണ്ട്. നമുക്ക് കയറിയിട്ട് മേളിൽ എന്താ നോക്കാം. ആ സൈഡിലായിട്ട് കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലത്തെ നല്ല ഭംഗിയുള്ളത് കാണുന്നില്ലേ, അത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആണ്. മോഹൻലാലിൻ്റെ അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞ മൂവിയൊക്കെ അവിടെ നിന്നാണ് ഓല് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ പുറത്തെ അറേഞ്ച് ചെയ്ത് വെച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നല്ല നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ബീച്ചാണ് കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന്. ഫുള്ളും ചെറിയ ചെറിയ തോണി പോലെയും അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ നടക്കുന്ന സ്ഥലം പോലും ഫുള്ള് വുഡിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല കാറ്റും അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഈ റിസോർട്ടിൽ താമസിക്കാൻ വരുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ഫുഡ് കഴിക്കാനെങ്കിലും ഒരിക്കൽ വ്യൂ ഒക്കെ കാണാനായിട്ടാണെങ്കിലും ഒരിക്കൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
വുഡിൽ ചെയ്തു വെച്ച നല്ല ഭംഗിയുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട്. ആളുകൾ കൂടുതലായിട്ടും ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ പുറത്ത് ഇത്ര ഭംഗിയുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ആളുകൾ ഇവിടെ വരുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഞാൻ ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ റൂംസൊക്കെ നിങ്ങളെ കാണിക്കാം. കുറച്ച് ലക്ഷറി റിസോർട്ടാണ്, നല്ല എക്സ്പെൻസീവും ആണ്. ഫുഡിനായാലും റിസോർട്ടിനായാലും മൊത്തം നല്ല എക്സ്പെൻസീവാണ്. നിങ്ങൾ ഏതായാലും റിസോർട്ട് എടുക്കുന്നില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.